മർക്കടനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നേ സുഗ്രീവനും അതിനുള്ളൊരു സംശയം ഇത്തമരുൾ ചെയ്ത രാഘവനോടതി ക്രുദ്ധനായോരു സൗമിത്രിയൊല്ലേടിനാൻ ഭദ്യനായോരു സുഗ്രീവനെ തൊത്തരം. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തൃപ്പാവുമ്പ മഹാദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർത്തമ്മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്കാരൻ ഇവിടെ മുണ്ടൊക്കെ എടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അകത്തെല്ലാം തൊഴുതിട്ട് വെളിയിലിറങ്ങി. നമ്മുടെ ചുറ്റമ്പലത്തിന് വെളിയിലാണ് രക്തേശ്വരിയുടെ നട കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ തൊഴുതിട്ട് പിന്നെ അവിടെ കുറേ നേരമൊക്കെ നിന്നിട്ട് വീട്ടിലോട്ട് പോകാമല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിനകത്ത് തന്നെ കുറച്ച് ഈ നക്ഷത്രവനം ഉണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ അവൻ്റെ നക്ഷത്രത്തിൻ്റെ ചെടിക്ക് നോക്കി വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. വീട്ടിലാണെങ്കിൽ നമ്മൾ ചോറൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. സദ്യ ഒരു ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കിയിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് പോയത്. ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് കേട്ടോ. രാവിലത്തെ ഉച്ചശീവേലി കഴിഞ്ഞിട്ട് അമ്പലം അടയ്ക്കുന്നത് ഒരു 10:45 കഴിയുമ്പോഴത്തേക്കിനാണ് അമ്പലം അടയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം അവിടെ നമുക്ക് പതുക്കെ പോയാലും മതിയല്ലോ. അപ്പോൾ ഞങ്ങളൊരു 8 മണി 8:30 ആയപ്പോഴത്തേക്കിനും പോയി. പിന്നെ തൊഴുതിറങ്ങിയിട്ട് അവിടെ കുറേ നേരമൊക്കെ നിന്നിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. പിന്നെ ബർത്ത്ഡേക്കാരന് ഏതാണ്ട് ചോറ് സദ്യ കൊടുക്കാമെന്ന് കരുതി അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ആരും വന്നിട്ടില്ല, എല്ലാവരും വൈകുമ്പോഴത്തേക്കിനേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇന്ന് ബർത്ത്ഡേയുടെ അന്നാണ് ഇവർക്ക് ഓണപ്പരീക്ഷ തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഓണപ്പരീക്ഷ ഉച്ചയ്ക്കാണെങ്കിലും ട്യൂട്ടോറിൽ പ്രിപ്പറേഷൻ ക്ലാസ് ഉണ്ട്, അത് 11:30 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി അവിടെ കുറേ നേരമൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ വന്നപ്പോഴത്തേക്കിനും താമസിച്ചു. ഒരു 10:45 കഴിഞ്ഞു. അമ്പലം അടയ്ക്കാറായപ്പോഴത്തേനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ അങ്ങ് ട്യൂട്ടോറിലോട്ട് പോകാമല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലോട്ട് പോവാം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് സദ്യ കൊടുക്കുന്നത് അവന്. അങ്ങനെ വലിയ രീതിയിൽ ആഘോഷമായിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ സദ്യയായിട്ടും ഒന്നും ഒരുക്കിയിട്ടില്ല. പിന്നെ ബർത്ത്ഡേ അല്ലേ, അവൻ ജനിച്ച ദിവസം ആയതുകൊണ്ട് ഇലയിട്ട് ഇച്ചിരി പരിപ്പും പപ്പടവും കൂട്ടി പിന്നെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു തൊടുകറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കണമെന്നൊരാഗ്രഹം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പം അവൻ മാത്രമേ ഉള്ളൂ ഉണ്ണാനായിട്ട്. കാരണം ഇതിപ്പോൾ രാവിലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കരമായിട്ടൊരാഗ്രഹം പറഞ്ഞു, അമ്മ എനിക്ക് ആദ്യത്തെ ചോറ് ഉരുള വാരിത്തരണേന്ന് പറഞ്ഞു. ബർത്ത്ഡേ അല്ലേ, അപ്പം ഞാനങ്ങനെ ഈ ഒരു ആഗ്രഹം അങ്ങനെ പറയാറില്ല. കാരണം ഇത്രയും വളർന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി ചോറൊക്കെ വാരി കൊടുക്കാൻ ഭയങ്കര നാണമൊക്കെയാണ് കേട്ടോ. വയ്യാതെങ്ങാനും ഇരിക്കുകയാണെങ്കിലേ സമ്മതിക്കത്തുള്ളൂ വാരി കൊടുക്കാൻ. ഇപ്പോൾ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കിട്ടിയ അവസരം ഞാനങ്ങ് മുതലെടുത്തു. അങ്ങനെ പിന്നെ ആളിനങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ പരീക്ഷ തുടങ്ങിയതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അവൻ കഴിച്ചിട്ട് പിന്നെ അവനങ്ങ് ട്യൂട്ടോറിൽ പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ വൈകിട്ട് എല്ലാവരും വന്നതിന് ശേഷമാണ് ആഘോഷിച്ചത്. അണ്ണന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കിടന്ന് പൊങ്ങിച്ചാടുന്ന ആരാധ്യയാണ് കേട്ടോ, അനിയൻ്റെ മോള്. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവൻ വിളിച്ച് അവൻ്റെ 2 കൂട്ടുകാർ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വന്നു കേട്ടോ. അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനും കൂടി അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന നേരം വന്ന് അവന്മാരെയാണ് ഈ കിടന്ന് വിളിക്കുന്നത്. പക്ഷേ അവന്മാർക്ക് നാണം, വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര നാണം. അങ്ങനെ അവരവിടെ വീഡിയോയുടെ പുറകെ മാറി നിൽക്കുക, ഞങ്ങൾ ക്യാമറാമാന്മാരായിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമായിരുന്നു. എന്തോ പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ വന്നായിരുന്നു കേട്ടോ. അവർക്ക് പായസമൊക്കെ കൊടുത്തായിരുന്നു. ആരും സദ്യ ഞാൻ കൊടുക്കാൻ നിന്നില്ല, കാരണം കറികളൊക്കെ തണുത്തല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ പായസത്തിനകത്ത് കുഞ്ഞുങ്ങളെ ഒതുക്കി. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി മാറ്റി വെക്കാൻ പിറ്റേന്ന് പോകുമ്പോൾ കൊണ്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ദാണ്ടെ ഇവരാണ് കേട്ടോ, പാത്ത് നിന്ന 2 പേരാണ് ഇവർ. അങ്ങനെ പിന്നെ അവർക്കും കേക്കൊക്കെ കൊടുത്തു, അവരും പായസമൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു ഒരു ചെറിയൊരാഘോഷം, അത്ര വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടനും ചേട്ടത്തിയൊക്കെ വന്നു. അവർക്കും ബർത്ത്ഡേയുടെ പങ്കൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ വിശേഷം എൻ്റെ ഡയറിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.